കേരളത്തിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. 10 മണിക്കായിരുന്നു എത്തേണ്ടത്. പക്ഷേ അല്പസമയം മുൻപ് പ്രധാനമന്ത്രിയുടെ വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്നു. 10:26 ആകുന്നു. സ്വീകരിക്കാൻ മേയർ ഇല്ല എന്നുള്ളതാണ്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണെങ്കിലും BJP തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്നു. പക്ഷേ BJP മേയറായ VV രാജേഷിന് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അല്പസമയത്തിനകം തന്നെ വലിയൊരു റോഡ് ഷോ തന്നെ BJP പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വിമാനത്താവളത്തിന് മുൻപിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു ഭാഗത്ത് നമ്മൾക്ക് പുത്തരിക്കണ്ടം മൈതാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രഖ്യാപനങ്ങൾക്കായി കാതോർക്കുകയാണ് കേരളവും തലസ്ഥാനവും. തിരുവനന്തപുരത്തിന് വേണ്ടി, കേരളത്തിന് വേണ്ടി എന്തൊക്കെ വാഗ്ദാനങ്ങൾ, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ സമ്മാനങ്ങൾ പ്രധാനമന്ത്രി കരുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരം ഒരു അതിവേഗ റെയിൽപാത പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമോ? ഏറ്റവും വലിയ കാത്തിരിപ്പ്. ഒരു പക്ഷേ രാഷ്ട്രീയ ആകാംക്ഷ ആ വിഷയത്തിൽ തന്നെയാണ്. അതോടൊപ്പം രാവിലെ 10:00-ക്കായിരുന്നു പുത്തരിക്കണ്ടത്തെ ഒരു പരിപാടി അത് ക്രമീകരിച്ചിരുന്നത്. പക്ഷേ ആ സമയത്തിൽ ചെറിയ മാറ്റമുണ്ടാകും. എന്തായാലും ഇന്ന് 4 ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. അത് ഒന്ന് തിരുവനന്തപുരം താമ്പരം, ഒന്ന് തിരുവനന്തപുരം ഹൈദരാബാദ്, ഒന്ന് നാഗർകോവിൽ മംഗളൂരു. ഈ 3 അമൃത് ഭാരത് ട്രെയിനുകളും ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ ട്രെയിനുമായിരിക്കും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുക. 250 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടുകയും ചെയ്യും. PM സ്വനിധി പദ്ധതിക്ക് കീഴിൽ 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് വായ്പാ ക്രെഡിറ്റ് കാർഡിന്റെ വിതരണോദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞാണ് കേരളത്തിൽ BJP ഒരു കോർപ്പറേഷന്റെ അധികാരം പിടിച്ചെടുത്തതാണ്. വലിയ നേട്ടമാണ്. അതേ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു താങ്ക് യു കേരള എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ ട്വീറ്റ്. അതിന് നന്ദി പറയാൻ തിരുവനന്തപുരത്തെ ആളുകളോട്, BJPക്ക് ഭരണം നൽകിയ ജനങ്ങളോട് നന്ദി പറയാൻ കൂടിയാണ് പ്രധാനമന്ത്രി വരുന്നത്. അതോടൊപ്പം വികസന രേഖ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൽ ഇപ്പോൾ ഒരു മാറ്റം വരികയാണ്. തിരുവനന്തപുരത്തിന്റെ വികസന രേഖ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. കാരണം വെറും 27 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയിട്ട്. ഇപ്പോൾ കൃത്യമായി സംസ്ഥാന സർക്കാരുമായൊക്കെ ഒരു കൂടി ആലോചിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയതിനു ശേഷം മതി ആ പ്രഖ്യാപനം എന്ന തീരുമാനത്തിലേക്ക് BJP എത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അത് കഴിഞ്ഞ് പുത്തരിക്കണ്ടം മൈതാനത്ത് തന്നെ BJPയുടെ ഒരു പരിപാടിയുണ്ട്. 25,000-ലധികം ആളുകൾ അവിടേക്ക് എത്തും. അവരെയെല്ലാം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിലേക്ക് വികസിത ഭാരതം, വികസിത കേരളം എന്നൊരു മുദ്രാവാക്യമായിരിക്കും സ്വാഭാവികമായും പ്രധാനമന്ത്രി വെക്കാൻ പോകുന്നത്. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, 10 മണിയായിരുന്നു സമയം പറഞ്ഞിരുന്നത് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുക. ഇപ്പോൾ സമയം 10:30 ആകുന്നു. ചെറിയൊരു മാറ്റമുണ്ട് സമയക്രമത്തിൽ.